Hello everybody, I hope you're very well and safe. So today's video I am going to be talking in my mother tongue, Malayalam. So if you don't understand the language, I suggest that you wait for my next video to get uploaded because today it's in Malayalam. Namaskaram, ellarkum ende namaskaram. എൻ്റെ അച്ഛനാണെങ്കിൽ കൊല്ലത്തു നിന്നും എൻ്റെ അമ്മ തിരുവനന്തപുരത്തു നിന്നും ആൻഡ് ട്രിവാൻഡ്രത്താണെങ്കിൽ എല്ലാവരും താന കുനിഞ്ഞ് നമസ്കാരം പറയുന്നത് സോ ദിസ് ഈസ് ഹൗ ഐ സേ ഇറ്റ് എനിവേ ഞാൻ വിചാരിച്ചു മലയാളത്തിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായിന്ന് ആൻഡ് ഞാൻ സാധാരണ മലയാളത്തിൽ സംസാരിക്കാത്തത് എൻ്റെ മലയാളം അത്രയും വൃത്തിയായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ കുറേ വാക്കുകളൊക്കെ അത് ശരിയായിട്ട് വരത്തില്ല ആൻഡ് ഓൾസോ ദ മീനിങ് എന്താ എനിക്ക് പറയണ്ടേ പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും ശ്രമിക്കാൻ പോവാണ് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ഓൾ റൈറ്റ് സോ നമ്മുടെ ഈ ഫുൾ ലോകത്തിൽ കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചൊരു സ്ഥലം മാത്രമേ ഉള്ളൂ എല്ലാവരും എല്ലാ ദിവസവും തല കുളിക്കുന്നത് ആൻഡ് എല്ലാ ദിവസവും തല കുളിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നമ്മുടെ നമ്മുടെ റിലിജനോ നമ്മുടെ ഇറ്റ്സ് ജസ്റ്റ് എ കസ്റ്റം ഐ തിങ്ക് നമ്മുടെ അമ്മൂമ്മമാരും അവരുടെ അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു വന്നിട്ടാണ് നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് തലയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കുന്നത് ആൻഡ് അത് കുളിയല്ല ആക്ച്വലി വെള്ളം മാത്രം ഒഴിച്ചാൽ ഒട്ടും വൃത്തിയാവത്തില്ല നമുക്കൊരു നല്ലൊരു സുഖം തോന്നും ആൻഡ് വി തിങ്ക് ഇതൊരു ഈ ചൂടത്ത് ഇറ്റ്സ് പെർഫെക്റ്റ് പക്ഷേ നമ്മുടെ മുഖത്ത് മുഴുവനും കരി വാരി തേച്ചിട്ട് വെള്ളം മാത്രം ഒഴിച്ചാൽ അത് പോവോ ഇല്ല അത് നല്ലതായിട്ട് ഈ വെള്ളം നല്ലതായിട്ട് വൃത്തിയാക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ കുറേ വെള്ളം കുടിച്ചാൽ ടോക്സിക് വേസ്റ്റ് ഒക്കെ പോവും അങ്ങനെ ബട്ട് പുറത്ത് യു ഹാവ് ടു വെള്ളം പ്ലസ് ഷാംപൂ വെള്ളം പ്ലസ് സോപ്പ് വെള്ളം പ്ലസ് സംതിങ് എൽസ് ഇസ് വാട്ട് അത് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റുമെങ്കിലും വെള്ളത്തിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ രാവിലെ എണീറ്റ് വെള്ളം മാത്രം തലയുടെ മുകളിൽ കൂടെ ഒഴിച്ചാൽ ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് എണ്ണയൊക്കെ മുടിയിലോട്ട് മാറും നമ്മുടെ ശരീരം മുഴുവനും ഇറ്റ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഓയിൽ ഗ്ലാൻസ് ഒരുപാട് ഉണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈവൻ ഓൺ ആ സ്കാൽപ്പ് ആൻഡ് എല്ലാ ദിവസവും ദ ഓയിൽ ഗ്ലാൻസ് വർക്ക് ആൻഡ് നമ്മൾ രാവിലെ എണീറ്റ് തലയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ നമ്മളുടെ നാച്ചുറലി പ്രൊഡ്യൂസ്ഡ് ഓയിൽസ് ഒക്കെ അങ്ങ് മുടിയിലോട്ട് മാറും മുഴുവനും പോത്തില്ല ആ മുടിയിലോട്ട് മാറിയ ഉടനെ ദ സ്കാൽപ്പ് ഗെറ്റ്സ് വെരി ഡ്രൈ ആൻഡ് നമ്മുടെ ബ്രെയിൻ ടെൽസ് ദി ഓയിൽ ഗ്ലാൻസ് കുറച്ചുകൂടെ എണ്ണ വേണം ആൻഡ് ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് മോർ ഓയിൽ അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്താണ് അത് കൂടുതൽ അങ്ങ് എണ്ണമയം എപ്പോഴും ഒരു എണ്ണമയമുണ്ട് നമ്മൾ ഞാൻ പറയുവാണ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം തല ഒളിച്ചാൽ മതി ഇന്ന് തല ഒളിച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ നിറച്ചു എണ്ണ അതുകൊണ്ടാണ് എല്ലാവരും പിന്നെയും തല ഒളിക്കുന്നത് പക്ഷെ ആ ഓയിൽ ബാലൻസ് തിരിച്ച് ശരിയാവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നോട്ട് അത് മുഴുവൻ ഇങ്ങനെ തെറ്റിയിരിക്കും ഇപ്പം ബിക്കോസ് എത്രയോ വർഷമായിട്ട് എല്ലാ ദിവസവും തല കുളിച്ച് അങ്ങനെ ഭയങ്കര ഒരു തെറ്റി നിൽക്കുകയാണ് എല്ലാം ആൻഡ് അങ്ങനെയാണ് കൂടുതലും നമുക്ക് ഡാൻഡ്രഫ് കൂടുതൽ ഡ്രൈനെസ് വരുമ്പോൾ ഡ്രൈ ഡാൻഡ്രഫ് കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ ആ ഡ്രൈ ഡാൻഡ്രഫും ഓയിലും കൂടെ ചേർന്ന് ഒരു ഓയിലി ഡാൻഡ്രഫായി മാറുന്നത് ആൻഡ് ആ ഡാൻഡ്രഫ് ആണെങ്കിൽ മുടി കൂടെ നമ്മൾ എന്നെ പോലെ മുടി എൻ്റെ നെറ്റിയിൽ കിടക്കുന്നില്ലേ അതേപോലെ ബാങ്സ് ഉണ്ട് ഫ്രിഞ്ച് ഉണ്ട് മുടി നീളമുണ്ട് നമ്മുടെ ഷോൾഡറിൽ തട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ ബാക്കിലോട്ട് ആ ഡാൻഡ്രഫ് മുഴുവനും ട്രാവൽ ചെയ്തിട്ട് ഇറ്റ് ഗോസ് ഓൺ ടു അവർ ഷോൾഡേഴ്സ് ബാക്ക് ഫേസ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് ആക്നെ എല്ലാം വരുന്നത് അപ്പോൾ ഡാൻഡ്രഫ് ഈസ് വൺ ഓഫ് ദ മെയിൻ കോസസ് ആൻഡ് ഓയിലി സ്കിന്നും കൂടെ ആകുമ്പോൾ ഓയിലി സ്കിന്നും ഡാൻഡ്രഫും കൂടെ ആകെപ്പാട് ഒരു ഇറ്റ്സ് എ ടെറിബിൾ സിറ്റുവേഷൻ കൊച്ചിലേ തുടങ്ങും ബിഫോർ പ്യൂബർട്ടി ആൻഡ് ഡ്യൂറിങ് പ്യൂബർട്ടി ഇറ്റ്സ് ദ വേഴ്സ്റ്റ് ഏറ്റവും കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ when you're just getting mature and then till you're 22-23 അത്രയും നാള് ഫ്രം അബൌട്ട് 11-12 to 22-23 ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ്
നമുക്ക് മോസ്റ്റ് ഓഫ് us ഹാവ് ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഡ്രൈ സ്കിൻ. ആൻഡ് ഈ ഓയിലി സ്കിൻ ആവുമ്പോൾ ഓയിലി സ്കിൻ, അഴുക്ക്, ഡേർട്ട്, ഡാൻഡ്രഫ് എല്ലാം കൂടെ ആയിട്ട് നിറച്ചും പിമ്പിൾസ് ഒക്കെ വരുന്നത്. സോ കീപ് ദ സ്കാൽപ്പ് ക്ലീൻ. അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്ലുപ്പും, പൊടിച്ച കല്ലുപ്പും, ഷാംപൂ അല്ലെങ്കിൽ ഓയിൽ, വെദർ ഇറ്റ്സ് ഓയിലി ഡാൻഡ്രഫ്, ഡ്രൈ ഡാൻഡ്രഫ്, അങ്ങ് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് മസാജ് ഇറ്റ്, കഴുകി കളഞ്ഞ ഷാംപൂ ആൻഡ് കണ്ടീഷൻ. ആൻഡ് കണ്ടീഷണർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലാരും അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. ആക്ച്വലി ഷാംപൂവും കൂടുതൽ പേര്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു ചെറിയ ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഷാംപൂ കണ്ടീഷണേഴ്സ് കേരളയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഐ തിങ്ക് അബൌട്ട് 25 yearsൻ്റെ ഇപ്പുറമാണ് എല്ലാവരും പിന്നെയും ദേ റീച്ച് ഔട്ട് ഫോർ ഷാംപൂസ് ആൻഡ് കണ്ടീഷണേഴ്സ്. ആൻഡ് അതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നത് സോപ്പ് മാത്രമേ തേക്കുമായിരുന്നു തലയിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പിള്ളേരൊക്കെ വെളിയിൽ പോയി താമസിച്ചാലും, അമേരിക്കയിൽ പോയാലും, ഇന്ത്യയുടെ വെളിയിൽ പോയാലും, ഓർ ഇൻ കാൽക്കട്ട, ബാംഗ്ലൂർ, വെറെവർ യു ഗോ, യു കണ്ടിന്യൂ ദ സെയിം റിച്വൽ ദറ്റ് വി ഡു അറ്റ് ഹോം. നമ്മളുടെ നാട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, മുടി കഴിവുന്നത്, അതേപോലെ തന്നെ വെളിയിലും അതേ തന്നെ ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് എ കോൺസ്റ്റന്റ് പ്രോബ്ലം വിത്ത് ഡാൻഡ്രഫ് ആൻഡ് പിമ്പിൾസ് ആൻഡ് ആക്നെ. ആൻഡ് ഞാൻ എനിക്ക് ആൻറ്റി ഫ്രിസ് ഷാംപൂവിനെ പറ്റി പറയാനുള്ളത്, ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയത് തന്നെ വാസ് ഫോർ പീപ്പിൾ വിത്ത് എക്സ്ട്രീംലി ചൂരണ്ട കേളി ഫ്രിസി മുടി. ഏറ്റവും കൂടുതൽ ഫ്രിസ് നമ്മൾ കാണുന്നത് കേരളയിലാണ്. ആൻഡ് ആ ഫ്രിസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കേൾസ് എന്ത് ഭംഗിയുള്ള കേൾസ് ആണ്, യുനോ. ആൻഡ് നമ്മളാണെങ്കിൽ ഈ ദൈവമാണെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കാണ് ഏറ്റവും ഭംഗിയുള്ള മുഖവും തൊലിയും മുടിയും എല്ലാം തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കാർക്കും അതിനെ എങ്ങനെ ശരിക്കും നോക്കണം എന്ന് അറിഞ്ഞൂടാ, യുനോ. ആൻഡ് ഫ്രിസി കേളി ഹെയർ ആണെങ്കിൽ ആൻറ്റി ഫ്രിസ് ഷാംപൂ, അതിൻ്റെ കൂടെ ഉണ്ട് ഒരു ഇൻറ്റൻസ് ഹെയർ കണ്ടീഷണർ. ഇൻറ്റൻസ് ഹെയർ കണ്ടീഷണർ. ആൻഡ് ഇത് രണ്ടും ഉപയോഗിച്ചാൽ, ആൻഡ് ഓഫ് കോഴ്സ് ദി ഹെയർ റിപ്പയർ സീറം. അപ്പോൾ ആ ഫ്രിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ 2 മാക്സിമം 3 പ്രാവശ്യം എണ്ണ ഇട്ട്, ഏത് എണ്ണ ഉപയോഗിക്കണം, കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇഫ് യു ഹാവ് ഭയങ്കര പ്രോബ്ലംസ് വിത്ത് ഹെയർ ഫോൾ ആൻഡ് ഡാൻഡ്രഫ് ആൻഡ് മുടി വളരുന്നില്ല, നീളം വയ്ക്കില്ല, തിക്നെസ് ഇല്ല, 21 ഹെർബ് ഹെയർ ഓയിൽ വർക്ക്സ് വണ്ടർഫുള്ളി. അപ്പോൾ എണ്ണ ഇട്ട് മസാജ് ചെയ്തിട്ട് ഷാംപൂ ഇട്ട് 2 പ്രാവശ്യം ഷാംപൂ ഇടണം. ആദ്യം ഇട്ട് കഴുകി കളഞ്ഞ് പിന്നെയും കുറച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ നന്നായിട്ട് ഇട്ടിട്ട് അത് മുഴുവനും കഴുകി കളഞ്ഞിട്ട് പിന്നെ അത് മുഴുവനും പോയി കഴിഞ്ഞിട്ടാണ് ആ കണ്ടീഷണർ കുറച്ച് ഒരു ജസ്റ്റ് 1 സ്ക്വീസ് ടേക്ക് ഇറ്റ്, പുട്ട് ഇറ്റ് ഓവർ യോർ മുടി മാത്രം, സ്കാൽപ്പിലല്ല. ഷാംപൂ ആണ് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് അവിടം വരെ എത്തണം. പക്ഷേ കണ്ടീഷണർ ഇസ് ഓൺലി ഫോർ ദ ഹെയർ. ഒരു വലിയൊരു ബ്രഷ് വെച്ചിട്ട് അതിനെ ഒന്ന് ചീവി, ഒന്ന് ബട്ടർഫ്ലൈ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്ത് മേല് മുഴുവനും കഴുകി ഒരു 3-4 മിനിറ്റ് കണ്ടീഷണർ മുടിയിരിക്കണം. മേല് മുഴുവനും കഴുകിയിട്ട് അതങ്ങ് റിൻസ് ഔട്ട് ചെയ്യുക. ടവൽ ഡ്രൈ ചെയ്തിട്ടാണ് ഈ ഹെയർ റിപ്പയർ സീറം. അത് കുറച്ച് ഒരു 4-5 തുള്ളി മതി. യു ജസ്റ്റ് പുട്ട് ഇറ്റ് അക്രോസ് യുവർ ഹെയർ ആൻഡ് യു ക്യാൻ കൺട്രോൾ ദറ്റ് ഫ്രിസ് ഇൻ യുവർ ഹെയർ. ആൻഡ് ഞാൻ എപ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും ഞാൻ കാണുന്നത് all the young new generation നിറച്ച് മുടി, ബ്യൂട്ടിഫുൾ കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയർ, ഫ്രിസി ഹെയർ ആണെങ്കിൽ ഫ്രിസി ഹെയർ, സ്ട്രേറ്റ് ആണെങ്കിൽ സ്ട്രേറ്റ് ഹെയർ, നിറച്ച് മുടിയുണ്ട്. പക്ഷേ യു ഗോ ഫോർ 50, 60, 70-year-old women ആൻഡ് മെൻ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് മുടിയില്ല തലയിൽ. പക്ഷെ സ്ത്രീകൾക്കും ഏറ്റവും വിഷമമായിട്ട് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഒട്ടും മുടിയില്ല. ആൻഡ് ഞാൻ ചോദിക്കും അവരുടെ അടുത്ത്, പണ്ട് എത്ര മുടി ഉണ്ടായിരുന്നു? അപ്പോൾ അവർ പറയും, അയ്യോ കെട്ടി വയ്ക്കാൻ പറ്റാത്ത അത്രയും തിക്നെസ് ഉണ്ടായിരുന്നു മാം, ഇപ്പം നോക്കൂ ഒരു എലിവാല് പോലെ. ആൻഡ് ഇത് മുഴുവനും ഗോസ് ബാക്ക് ടു ദ ഫാക്ട് ദറ്റ് എല്ലാ ദിവസവും തല കുളിച്ചതുകൊണ്ടാണ്, എല്ലാ ദിവസവും വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ടാണ് അങ്ങനത്തെ മുടി വീഴുന്നത്. ആൻഡ് ഡാൻഡ്രഫ്, പിമ്പിൾസ് എല്ലാം. പക്ഷേ ഹെയർ ഫോൾ, ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഫോർ ഹെയർ ഫോൾ ഇസ് ദ ഫാക്ട് ദറ്റ് എല്ലാ ദിവസവും തല വിളിക്കുന്നുണ്ട്. അപ്പോൾ ചില പേരൊക്കെ, ഞാനിപ്പം ഒരു 8 വർഷമായിപ്പോൾ ഞാൻ നാട്ടിൽ മിടുക്കിയിൽ വന്നതും പിന്നെ പാർലർ 2 സ്ഥലത്ത് തുടങ്ങിയതും. ആൻഡ്
എല്ലാവരുടെ അടുത്തും ഓരോ ന്യൂസ് പേപ്പറിലും മാഗസീൻസ് ആൻഡ് വനിത ആൻഡ് ഓരോ ചാനലിലൊക്കെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും തല കുളിക്കില്ല എന്ന്. ആൻഡ് അങ്ങനെ കുറേ പേര് കേട്ട്, എസ്പെഷ്യലി ദ യങ് ലോട്ട് കേട്ട് ഇപ്പം അവർ അത് നിർത്തി. ആൻഡ് ഇപ്പം അവർക്ക് മാം ഭയങ്കര വ്യത്യാസം, മുടി വീഴുന്നില്ല ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഫാബ്യുലസ് ആൻഡ് അങ്ങനെ അവർ പറയുന്നുണ്ട്, യുനോ. സോ അത് ഐ എം ജസ്റ്റ് വെരി വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് പീപ്പിൾ ആർ ആക്ച്വലി ലിസ്ണിംഗ് ടു മീ ആൻഡ് ഡൂയിങ് എക്സാക്ട്ലി വാട്ട് ഐ ടെൽ ദം ടു ഡു. പക്ഷെ ഞാൻ വിചാരിച്ചു, കുറേ പേരെ എനിക്ക് എഴുതി പറയും, മാം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മാം പറയുന്നത്, ഇംഗ്ലീഷിലേക്ക് ഭയങ്കര സ്പീഡിൽ പറയുമ്പോൾ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ സ്പീഡിൽ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് മലയാളത്തിൽ അങ്ങ് സംസാരിക്കാമെന്ന്. എനിക്ക് വേറൊരു കാര്യം പറയാനായിരുന്നു. ഒരുപാട് പേര് ഇപ്പം നമ്മളുടെ യുനോ മുടിയിൽ ഡൈ ഇട്ട്, ഹെയർ കളർ ഇട്ടിട്ട് മുഖത്ത് മുഴുവനും പിഗ്മെന്റേഷനും, കുറേ പേര് ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പം ഞാൻ ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, ദ ഹെന ഇൻഡിഗോ നാച്ചുറൽ 100% നാച്ചുറൽ ഓർഗാനിക് ഹെയർ കളർ. ആൻഡ് അത് കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വാങ്ങിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു പ്രാവശ്യം കൂടെ പറയാൻ പോവാണ്. കളർ ട്രീറ്റഡ് മുടിയാണെങ്കിൽ, കെമിക്കലി ട്രീറ്റഡ് സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, യുനോ സ്മൂത്തനിങ് എല്ലാം എങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന് കെമിക്കലി ട്രീറ്റഡ് മുടിയിൽ പിടിക്കാൻ ഭയങ്കര പാടാണ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് കളർ ട്രീറ്റഡ് ഹെയർ. അതുകൊണ്ട് യുനോ കുറച്ച് യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. പേഷ്യൻ്റ് എന്ന് മലയാളത്തിൽ പറയാൻ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്തോ വാക്കെന്ന്, പക്ഷേ കാത്തിരിക്കണം അത് നന്നായിട്ട് പിടിച്ചു വരാൻ. ഒരു പ്രാവശ്യം നന്നായിട്ട് പിടിച്ചു വന്നാൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം വാട്ട്സോ എവർ. ആൻഡ് ഈ ഒരു നാച്ചുറൽ ഹെന ഇൻഡിഗോ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി സമയം കൊടുക്കണം, യുനോ. ആൻഡ് ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഉപയോഗിച്ചോളൂ, എല്ലാ ആഴ്ചയും. പിന്നെ ഫൈനലി നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് റൂട്ട്സ് കാണാൻ വരുന്നത് അപ്പം മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഓൾസോ കുറച്ച് ആദ്യം ഉപ്പ് ഒന്നും ഇല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക ഈ പ്രോഡക്റ്റ് മാത്രം. ആൻഡ് അത് ഇനി രാത്രി മുഴുവനും വയ്ക്കണം അങ്ങനെയൊന്നും ഇല്ല. ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 10 മിനിറ്റിനകം അങ്ങ് അപ്ലൈ ചെയ്തു, യുനോ യു ക്യാൻ യൂസ് ഇറ്റ്. പക്ഷെ അത് ശരിക്കും പിടിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് കലക്കി ഒന്ന് ഉപയോഗിക്കുക. ആൻഡ് അതും കൂടെ പിടിച്ചില്ലെങ്കിൽ ജസ്റ്റ് പുട്ട് ഹെന ആദ്യം, ജസ്റ്റ് പ്ലെയിൻ ഹെന മാത്രം ഇട്ടിട്ട്. ഹെന ആണെങ്കിൽ പിടിക്കും, ഇറ്റ്സ് എ വെരി സ്ട്രോങ് പ്രോഡക്റ്റ്. ആൻഡ് ഈ ഹെന ഇൻഡിഗോ മിക്സ് ഹെനയുടെ പുറത്ത് പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം ദീസ് ആർ തിങ്സ് ദറ്റ് യു ക്യാൻ ട്രൈ ആൻഡ് സീ അത് എങ്ങനെ പിടിക്കും എന്ന്. ഓക്കെ. ആൻഡ് അതിൽ ആ പാക്കറ്റിൻ്റെ അകത്ത് എല്ലാ ബോക്സിൻ്റെ അകത്ത് ഓരോ ഷവർ ക്യാപ്പും ഉണ്ട്. അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് ഷവർ ക്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ 2 hours. അതിനെക്കാണ്ടി കൂടുതൽ വയ്ക്കണ്ട, ബിക്കോസ് തണുത്തൊരു കാര്യമാണ് തലയിൽ വയ്ക്കുന്നത്. ആൻഡ് ചിലവർക്ക് സൈനസ് ഉണ്ട്, തലവേദന വരും. അപ്പം നമ്മൾ കലക്കുന്ന സമയത്ത് പ്ലീസ് മാസ്ക് ഇട്ടിട്ട്, അപ്പോൾ ആ പൊടി ഒന്നും നമ്മുടെ യുനോ ഡോണ്ട് ആഗ്രിവേറ്റ് ദ സൈനസ്. ആൻഡ് ഓൾസോ അപ്ലൈ ചെയ്തിട്ട് ക്യാപ്പ് ഇടുവാണെങ്കിൽ അഥവാ ഉണങ്ങിയിട്ട് അത് ഇങ്ങനെ പറന്നു വരത്തില്ല അത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ. ഐ ഹോപ്പ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന്. ഐ തിങ്ക് അത്രയും വിഷമമില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നത് ഇപ്പം ഇതുവരെ. സോ എനിവേ, സോ ഓൾസോ നമ്മുടെ നാട്ടിൽ കുറേ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ട് കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു പ്രോബ്ലമാണ് ഫ്രിസിനെസ്, ഡ്രൈനെസ്, ഓൾ ദാറ്റ്. സോ സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം. സ്പ്ലിറ്റ് എൻഡ്സ് എങ്ങനെയാണ് മാറ്റുന്നത്? വെട്ടിക്കളഞ്ഞാലേ അത് പോകത്തുള്ളൂ. പക്ഷേ ഫ്രിസ്, എസ്പെഷ്യലി ഹെന ഇൻഡിഗോ ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആവുന്ന, കൂടുതൽ ഫ്രിസി ആവുന്ന. നമ്മൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഷാംപൂ ഇട്ട് എണ്ണ, ഷാംപൂ, കണ്ടീഷണർ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടു ഡ്രൈ, നമ്മൾ റിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടീഷണർ എടുത്തിട്ട് പുട്ട് ത്രൂ യുവർ ഹെയർ ആൻഡ് ലീവ് ഇറ്റ് ഓൺ ഫോർ 4 minutes ആൻഡ് റിൻസ് ഇറ്റ് ഔട്ട്. പിന്നെ ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഹെയർ റിപ്പയർ സീറം കൂടെ ഇട്ടാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ഹാൻഡിൽ യുവർ ഹെയർ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും തല കുളിക്കില്ലേ പ്ലീസ്. ആൻഡ് നമ്മളുടെ യുനോ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന്
ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചു കൊല്ലത്തുനിന്ന്, and I was very happy to talk to her. But she's the one who prompted me ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി, because കൊച്ചു കുട്ടികളാവുമ്പോഴേ ഡോണ്ട് സ്റ്റാർട്ട് യൂസിങ് ഹെവി മെഡിക്കേഷൻ. ഈ പിമ്പിൾസും ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി യുനോ ആൻറ്റിബയോട്ടിക്സ് ഉള്ള ഓയിൻറ്റ്മെൻറ്റും സ്റ്റീറോയിഡ്സ് ഉള്ള ഓയിൻറ്റ്മെൻറ്റ്, ബർത്ത് കൺട്രോൾ പിൽസ്, അതൊക്കെ 12-13 വയസ്സുള്ള കുട്ടികൾക്കല്ല കൊടുക്കാനുള്ളത്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഡോക്ടേഴ്സ് ഡു. സോ ഐ വാസ് ടെല്ലിങ് ഹർ അങ്ങനെ ചെയ്യല്ലേ. ആൻഡ് യുനോ നമുക്ക് തന്നെത്താനെ നമ്മളുടെ ഡാൻഡ്രഫ് മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല വൃത്തിയായിട്ട് വച്ചാൽ യു വിൽ ഗെറ്റ് നോ പിമ്പിൾസ്, നോ ആക്നെ. അപ്പം ദിസ് ഗേൾ ഷി വാസ് സോ സ്വീറ്റ് ആൻഡ് സോ നൈസ്. ആൻഡ് ഞാൻ വിചാരിച്ചു ഞാൻ ഇനി മലയാളത്തിലൊരു വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും കുറച്ച് പാടാണ് മനസ്സിലാക്കി എടുക്കാൻ ഞാൻ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എൻ്റെ ഫോൺ നമ്പർ ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. ആൻഡ് ആ ഫോൺ നമ്പർ ആണെങ്കിൽ അതിൽ മലയാളം ഇംഗ്ലീഷിലേക്ക് എഴുതി അയച്ചാൽ എനിക്ക് വായിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ശ്രമിക്കത്ത് പോലും ഇല്ല. ആൻഡ് ഓൾസോ മലയാളം എഴുതിയാൽ എനിക്ക് ഐ എം അഷെയിംഡ് ടു സേ എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ ഒരു ചെറിയൊരു വോയിസ് മെസ്സേജ്, ഞാൻ വോയിസ് മെസ്സേജ് ഇടാൻ പറയുമ്പോൾ എല്ലാവരും യുനോ 5-6 മിനിറ്റൊക്കെ സംസാരിക്കും. 2 മിനിറ്റും കൂടുതലാണ് കേൾക്കാൻ വേണ്ടി. സോ അണ്ടർ 2 minutes ഇഫ് യു ക്യാൻ ലീവ് എ വോയിസ് മെസ്സേജ് മലയാളത്തിൽ സംസാരിച്ച്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എനിക്ക് ആക്ച്വലി മലയാളം അറിയാമെന്ന്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വോയിസ് മെസ്സേജ് അയക്കാം. കുറച്ച് പതുക്കെ ജസ്റ്റ് സേ വാട്ട് എവർ യുവർ പ്രോബ്ലം ഈസ് ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ? ആൻഡ് ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിൽ ഇങ്ങനെ വീഡിയോ ഇടണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിൽ ഇടാം. ഓൾ റൈറ്റ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ആൻഡ് സുഖമായിട്ട് ഇങ്ങനത്തെ ഒരു സമയത്ത് പ്ലീസ് ബി സേഫ്. ഓക്കെ, ബൈ. ഐ ഷൽ സീ യു ഓൾ വെരി സൂൺ. ബൈ.